ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ISLM മോഡൽ വിത്ത് ഗവൺമെൻറ് സെക്ടർ എന്താണെന്ന് മനസ്സിലാക്കാം. ISLM മോഡലിനെ പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലാത്തവർക്ക് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ISLM മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ISLM മോഡൽ വിത്ത് ഗവൺമെൻറ് സെക്ടർ. The ISLM model developed by John Hicks. ഇദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തത്. ഇത് ഒരു കെയ്നീഷ്യൻ ഫ്രെയിംവർക്ക് ആണ് കേട്ടോ. അതായത് കെയ്നീഷ്യൻ ബേസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ദാറ്റ് അനലൈസസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഗുഡ്സ് മാർക്കറ്റ്. ഗുഡ്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് IS, അതായത് I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, S എന്ന് പറയുന്നത് സേവിങ്. ഓക്കെ, ആൻഡ് ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലാണ് LM കർവ് വരുന്നത്. അതായത് L എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസും M മണി സപ്ലൈ ആണ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടു ഡിറ്റർമൈൻ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് Y. അപ്പോൾ ഈ IS-ഉം LM കർവൂടെ ഇന്റർസെക്ട് ചെയ്ത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ടായ Y ആണ് കിട്ടുന്നത്. ഓക്കെ, അത് Y എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് R. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഈ രണ്ട് കർവിന്റെ ഇന്റർസെക്ഷനിലൂടെ കിട്ടുന്നത്. ഇവിടെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളുടെ വരും. ഓക്കെ, ഇൻകോർപ്പറേറ്റിംഗ് ഗവൺമെന്റ് സെക്ടർ ഇൻട്രൊഡ്യൂസസ് ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഈ ഫിസ്ക്കൽ പോളിസി ആണല്ലോ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ ഫിസ്ക്കൽ പോളിസി, കോൺട്രാക്ഷൻ ഫിസ്ക്കൽ പോളിസി പോലുള്ള ഫിസ്ക്കൽ പോളിസികൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ഈ കർവിൽ വരുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് അതെന്ന് പറയുന്നത് ഗവൺമെന്റ് സ്പെൻഡിങ് Gയും ടാക്സേഷൻ Tയും ആണ്. ഓക്കെ, ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. വിച്ച് ഇൻഫ്ലുവൻസസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് എക്കണോമിക് ഔട്ട്കംസ്. ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും എക്കണോമിക് ഔട്ട്കം, അതായത് എക്കണോമിക് ഔട്ട്കം എന്ന് വെച്ചാൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയൊക്കെ, അപ്പോൾ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച്, അത് കൺസംഷൻ പാറ്റേൺ, ഇതിനെയൊക്കെ ബാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വരുമ്പോഴത്തേക്ക് ISLM കർവിൽ ഉണ്ടാകുന്ന ആ ഒരു മോഡൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് IS കർവ് നോക്കാം. ഇത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കൂടെ വരുമ്പോൾ ഉള്ളതാണ്. അത് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാണ് IS കർവ് വരുന്നത് ഞാൻ പറഞ്ഞു. The IS curve represents combinations of R and Y. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു കോമ്പിനേഷനാണ് IS curve റെപ്രസെന്റ് ചെയ്യുന്നത്. വേർ ദ ഗുഡ്സ് മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഗുഡ്സ് മാർക്കറ്റ് IS-ഉം LM കർവും കൂടെ ഇന്റർസെക്ട് ചെയ്ത് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാവുന്നതാണ് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. മീനിങ് ഔട്ട്പുട്ട് ഈക്വൽസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇവിടെ ഔട്ട്പുട്ട് ഏതിന് തുല്യമാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡിന് തുല്യമാണ്. അത് Y എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഈ Y എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡിന് തുല്യമാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തൊക്കെയാണ്? C+I+G ആണ്. കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അസ്യൂമിങ് എ ക്ലോസ്ഡ് എക്കോണമി. ഇവിടെ എന്താണ്? ഒരു ക്ലോസ്ഡ് എക്കോണമിയാണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ നമുക്ക് കീ കമ്പോണൻസ് നോക്കാം. ഇവിടുത്തെ കീ കമ്പോണൻസ് എന്ന് പറയുന്നത് കൺസംഷൻ C ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്പോസബിൾ ഇൻകം. ഈ കൺസംഷൻ ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? ഡിസ്പോസബിൾ ഇൻകം, അതായത് Y-T ആണ്. അതായത് ടാക്സ് കഴിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലവാക്കാനുള്ള ഇൻകത്തിനാണ് ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു കീ കമ്പോണന്റ് ആണ്. ഇനി നമുക്ക് ഇതിലെ മറ്റ് ചില കമ്പോണൻസ് ഒക്കെ നോക്കാം. ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അതെല്ലാം അവസാനം കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒരു സിമ്പിൾ ഫംഗ്ഷൻ പറയാം. അതൊരു കൺസംഷന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസംഷൻ ഈസ് ഈക്വൽ ടു C0 പ്ലസ് C ഓഫ് Y-T ആണ്. ഈ Y-T ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ഇവിടെ C0 എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്. അതായത് ഇൻകം ഇല്ലാത്തപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇപ്പം ഒരു സ്റ്റുഡന്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ഒന്നുമില്ല, എന്നാൽ അവർ കൺസ്യൂം ചെയ്യുന്നില്ലേ. ഓക്കെ, അപ്പം പിന്നെ അത് മാത്രമല്ല അവർ ലോൺ എടുത്തൊക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോഴത്തേക്ക് ഈ ലോൺ അവർക്ക് വീട്ടണ്ടേ. അപ്പം ഇൻകം ഇല്ലാത്ത അവസ്ഥയിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് ആൾക്കാർക്ക് ജീവിച്ചല്ലേ മതിയാവും. അതായത് എന്താണ്, ഇൻകം ഇല്ലെങ്കിലും കൺസ്യൂം ചെയ്തേ മതിയാവും. അതാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. പ്ലസ് C ഓഫ് Y-T. അത് ഞാൻ പറഞ്ഞു. C എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. ഓക്കെ, അതായത് എന്താണ് MPC എന്ന് പറയാം. അതിന്റെ വാല്യൂ 0-നും 1-നും ഇടയിൽ നിൽക്കും. ഓക്കെ, അപ്പം എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ MPS-നെ പറ്റിയൊക്കെ ഓൾറെഡി വീഡിയോ ഉണ്ട്. അതിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി അതൊരു കമ്പോണന്റ് ആണ് കേട്ടോ. അത് ഇൻവെസ്റ്റ്മെന്റ് I ആണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ്സ് ഡ്യൂ ടു ബോറോയിങ് കോസ്റ്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറയും. അതായത് ആൾക്കാർക്ക് ബാങ്കിൽ നിന്ന് പലിശ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? മെഷീനറീസ് മേടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ പലിശ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ പലിശ കൂടുതൽ അടയ്ക്കേണ്ടത്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കുറയും, നിക്ഷേപങ്ങൾ കുറയും. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടും. അതാണ് ഓപ്പോസിറ്റ് റിലേഷൻ എന്ന് പറയുന്നത്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് മറ്റൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു I0 മൈനസ് BR ആണ്. ഈ I0 എന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അതായത് ലാഭേച്ഛ ഇല്ലാതെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഈ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പം ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാര്യം വരുമ്പോഴാണ് ഈ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കയറി വരുന്നത്. ഓക്കെ. I0 മൈനസ് BR, അതിൽ ബി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി ആണ്. ഓക്കെ. അപ്പം ഇവിടെയാണ് ഈ ഐയുടെ പ്രാധാന്യം വരുന്നത്. ഇവിടെ ഏതും കൂടെ വരുമ്പോഴത്തേക്ക് ഗവൺമെന്റിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൂടെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് I0 മൈനസ് BR എന്നുള്ള ഒരു ഫംഗ്ഷനിലേക്ക് മാറുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് പറയാമെന്ന് പറയുന്നത് ഗവൺമെന്റ് സ്പെൻഡിങ് G ആണ്, ടാക്സസ് T ആണ്. ഓക്കെ. അപ്പം G എന്ന് പറയുന്നത് എക്സോജനസ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അതായത് ഗവൺമെന്റ് പോളിസി ഒരു എക്സോജനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് നാച്ചുറൽ ഇവന്റ്സ് പോലെ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പോലെയൊക്കെയുള്ള അത് പുറമേ നിന്നുള്ള ഫാക്ടറാണ്. കൺസ്യൂമർ പ്രിഫറൻസ് ഇതെല്ലാം എൻഡോജനസ് അല്ല, എക്സോജനസ് പുറമേ നിന്നുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പം ഈ ഫാക്ടർ ഗവൺമെന്റ് സ്പെൻഡിങ് എക്സോജനസ് ഫാക്ടർ ആണ്. ഇത് ഡയറക്ട്ലി ഇൻക്രീസിങ് ഡിമാൻഡ് കൂട്ടുന്ന, അതായത് ഡിമാൻഡ് ഡയറക്റ്റ് ആയിട്ട് കൂട്ടുന്ന ഒരു സാധനമാണിത്. വൈൽ T റെഡ്യൂസസ്, ടാക്സ് എന്ന് പറയുന്നത് ഡിസ്പോസബിൾ ഇൻകം കുറയ്ക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം കൺസംഷൻ ഇവിടെ കുറയുകയാണ്, ലോവറിങ് കൺസംഷൻ. അപ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇക്വിലിബ്രിയത്തിന് വേണ്ടിയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. Y is equal to C0 plus C of 5 minus T പ്ലസ് I0 മൈനസ് BR പ്ലസ് G. ഓക്കെ. ഇത് വീണ്ടും സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. Y is equal to C0 plus I0 പ്ലസ് G മൈനസ് CT മൈനസ് BR ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് C എന്ന് കിട്ടും. ഇവിടെ IS കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ. അത് ഞാൻ IS കർവിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. അതായത് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെഡ്യൂസസ് ഇൻവെസ്റ്റ്മെന്റ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റിലേഷൻഷിപ്പ്. അപ്പം ലോവറിങ് Y, അപ്പം ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് അവിടെ കുറയുകയാണല്ലോ, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കാതെ വരുമ്പോഴത്തേക്ക്. അപ്പം ആൻ ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ് ഓർ ഡിക്രീസ് ഇൻ ടാക്സ്, അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുമ്പോഴോ ടാക്സ് റേറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കോ ഗവൺമെന്റിൽ ഔട്ട്പുട്ട് കൂടുകയാണ്. അപ്പോൾ ഈ IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒരു ഔട്ട്പുട്ടിന്റെ ഒരു വർധനം ഉണ്ടാകുമ്പോഴത്തേക്ക്, കൂടുതൽ തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കുമ്പോഴത്തേക്ക് IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അവിടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് കൂടുന്നു. ഈ നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റിന് ഔട്ട്പുട്ട് അവിടെ കൂടുകയാണ്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും ഈ ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുകയും ടാക്സ് റേറ്റ് കുറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് ചെയ്യും, ആൾക്കാരൊക്കെ ഡിസ്പോസിബിൾ ഇൻകം വരികയും ഈ IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് LM കർവിന്റെ കാര്യത്തിലാണെങ്കിലോ അത് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ LM കർവ് ഷോസ് വെയർ മണി ഡിമാൻഡ് ഈക്വൽസ് മണി സപ്ലൈ, അതായത് എമ്മും എല്ലും തുല്യമായി വരുന്ന ഒരു അവസ്ഥയാണ് LM കർവ് എന്ന് പറയുന്നത്. മണി ഡിമാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അത് മണി ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള, വായ്പ എടുക്കാനുള്ള, പലിശയ്ക്ക് പണം എടുക്കാനുള്ള ആ ഒരു ഡിമാൻഡിനാണ് മണിയോടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് റേറ്റിനെയും ഇൻകത്തെ ആശ്രയിച്ചിരിക്കും. ആൾക്കാരുടെ കയ്യിൽ എത്ര വരുമാനം ഉണ്ടെന്നുള്ളതും അവർക്ക് തിരിച്ചടക്കാൻ പ്രാപ്തമാണോ എന്നുള്ളതും പലിശ നിരക്ക് കൂടുതലാണോ കുറവാണോ എന്നുള്ളതും ആശ്രയിച്ചിരിക്കും ഈ മണി ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു ഇക്വേഷൻ വരുന്നുണ്ട്, L is equal to KY മൈനസ് HR എന്നൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ഇത് മറ്റൊരു ഡെറിവേഷൻ ആണ്. ഇവിടെ L എന്ന് പറയുന്നത് മണി ഡിമാൻഡ്, അതായത് ലിക്വിഡിറ്റി പ്രിഫറൻസ്. ഓക്കെ. അപ്പം ഇവിടെ Y എന്നൊരു അക്ഷരമുണ്ട്, അത് നാഷണൽ ഇൻകം ആണ്, ഔട്ട്പുട്ട് ആണ് സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. K എന്ന് പറയുന്നൊരു അക്ഷരമുണ്ട്, അതെന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി ഓഫ് മണി ഡിമാൻഡ് ടു ഇൻകം ആണ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് മണിയോടുള്ള ഡിമാൻഡ് കൂടുന്ന കുറയുന്നുള്ളത്. H എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് സെൻസിറ്റിവിറ്റി ഓഫ് മണി ഡിമാൻഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിനുള്ള എന്താണ് സെൻസിറ്റിവിറ്റി ആണ്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ ഇക്വിലിബ്രിയം വരുന്നത് M is equal to KY മൈനസ് HR എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവിടെ ഇക്വിലിബ്രിയം വരുന്നത്. ഓക്കെ. ഇവിടെ ഇതിനെ 6 ഈ ഇക്വേഷനിൽ നിന്നും 6 ഡിറൈവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം സമത്തിന് അപ്പുറം കൊണ്ടുപോകുന്നിടത്ത് KY മൈനസ് M/H എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഒരു അവസ്ഥയിലാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇവിടെ LM കർവ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഞാൻ ഡയഗ്രാം കാണിക്കാം. ഹയർ ഔട്ട്പുട്ട് ഇൻക്രീസസ് മണി ഡിമാൻഡ്, ഔട്ട്പുട്ട് കൂടുമ്പോഴത്തേക്ക് അവിടെ മണി ഡിമാൻഡ് കൂടുന്നു, അപ്പോൾ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R കൂടുന്നു. ഓക്കെ. ദ ഗവൺമെന്റ് സെക്ടർ ഇൻഡയറക്ട്ലി അഫക്ട്സ് LM, ഗവൺമെന്റ് സെക്ടർ ഇൻഡയറക്റ്റ് ആയിട്ട് LM-നെ, അതായത് ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈയെ ബാധിക്കുന്നു ത്രൂ വൈസ് ഇമ്പാക്ട് ഓൺ മണി ഡിമാൻഡ്. അപ്പോഴത്തേക്ക് വൈയുടെ ഇമ്പാക്ട് ഇല്ല, അതായത് ഔട്ട്പുട്ട് അതായത് മണി ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും ഔട്ട്പുട്ടിന് ഇമ്പാക്ട് വരുന്നുണ്ട്. ഓക്കെ. അതായത് മണി ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും ആൾക്കാർ ബാങ്കിൽ നിന്ന് പണം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് കൂട്ടുന്നു എന്നുള്ളൊരു ആ ഒരു ലിങ്ക്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇക്വിലിബ്രിയം ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്നുള്ള ഒരു സെക്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ഇക്വിലിബ്രിയം വരുന്നത് എവിടെയാണ്? ISLM ഇന്ററാക്ഷൻ ആണ് ഈ ഇക്വിലിബ്രിയം വരുന്നത്. അവിടെ Y സ്റ്റാർ എന്നത് ഔട്ട്പുട്ടാണ്. ആ ഒരു ഔട്ട്പുട്ടും R സ്റ്റാർ എന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തീരുമാനിക്കപ്പെടുന്നു. ഫസ്റ്റ് പറഞ്ഞു. ഓക്കെ. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. ഓക്കെ. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ഉണ്ട്, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ഉണ്ട്. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂട്ടിയിട്ട്
ടാക്സ് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരു എക്കോണമിയിൽ ഒരു രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ആൾക്കാരുടെ കൺസംഷൻ കൂടുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി കൊണ്ടുവരുമ്പോഴത്തേക്ക് IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അതാണ് ഈ ഗവൺമെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ഞാൻ നേരത്തെ ഫസ്റ്റ് ഇൻട്രോയിൽ മറ്റൊരു വീഡിയോ കാര്യം പറഞ്ഞതിൽ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇന്ററാക്ഷൻ വരുന്നില്ല. അപ്പൊ ഗവൺമെന്റ് ഇന്ററാക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ പോളിസിയാണ് മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഇന്ററാക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് കൂടുകയും ഔട്ട്പുട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടുന്നു ഗവൺമെന്റ് ഇന്ററാക്ഷൻ വരുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏത് കുറയ്ക്കുന്നു? ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുന്നു. അതായത് പലിശ കൂടുമ്പോഴത്തേക്ക് ആൾക്കാർ ബാങ്കിൽ നിന്ന് പണം കടമെടുക്കുന്നത് കുറയ്ക്കുന്നു. അപ്പൊ ഇത് ഏതിന് കാരണമാവുന്നു? കാസിങ് പാർഷ്യൽ ക്രൗഡിങ് ഔട്ടിന്. അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ ക്രൗഡിങ് ഔട്ട് എഫക്ട് എന്ന് പറയുന്നത്. ഒരു പാർഷ്യലി ഒരു ക്രൗഡിങ് ഔട്ട് എഫക്ട് എക്കോണമിയിൽ ഉണ്ടാകുന്നു. ഇനി ഇവിടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു ഫിസ്ക്കൽ പോളിസിക്ക് ഒരു മൾട്ടിപ്ലയർ ഫംഗ്ഷൻ പറയുന്നുണ്ട്. ദ ഫിസ്ക്കൽ മൾട്ടിപ്ലയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/1 - C × 1 - T ആണ്. ഇവിടെ T എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. അത് T പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്രൊപ്പോർഷണൽ ടാക്സ് റേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എത്ര ഒരു വ്യക്തിക്ക് എത്ര ഇൻകം കൂടിയാലും കുറഞ്ഞാലും അത് റിഗാർഡ്ലെസ് ഓഫ് ഇൻകം ആണ്. ഓക്കെ, അത് ഒരേ രീതിയിലുള്ള ടാക്സ് ഈടാക്കുന്നതിനാണ് പ്രൊപ്പോർഷണൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഈ T കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഗവൺമെന്റ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയാണ് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുകയും ടാക്സ് റേറ്റ് കൂട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോഴത്തേക്ക് IS കർവ് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതിനൊരു സിമ്പിൾ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള എല്ലാം കർവ്. പിന്നെ IS1 ഉണ്ട്, അത് ഇനിഷ്യൽ IS കർവ് ആണ്. ഓക്കെ, അവിടെ രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് I1 ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ I സ്റ്റാർ എന്നാണ് പറഞ്ഞത്, ഇവിടെ ഡയഗ്രത്തിൽ I1 ആണ് കേട്ടോ. അപ്പം ഔട്ട്പുട്ട് Y1 ആണ്. ഇവിടെ Y ആക്സിലാണ് I വരുന്നത്, X ആക്സിൽ ഔട്ട്പുട്ട് ആണ് കേട്ടോ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് Y ആക്സിലും ഔട്ട്പുട്ട് X ആക്സിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി വരുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് IS കർവിന് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ നോക്കുക, പുതിയ ഇന്റർസെക്ഷൻ വന്നില്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് I1 നിന്ന് I2 കൂടുകയും ഔട്ട്പുട്ട് Y1 നിന്ന് Y2 കൂടുകയും ചെയ്യുന്നു. ഇനി ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. അത് ഈ മോഡൽ അസ്യൂം ചെയ്യുന്നത് ഫിക്സഡ് പ്രൈസ് ആണ്, പ്രൈസ് കൂടുന്നില്ല. പ്രൈസിന്റെ കാര്യം ഇവിടെ പരിഗണിക്കുന്നില്ല, അതൊരു പോരായ്മയാണ് കേട്ടോ. അപ്പം ക്ലോസ്ഡ് എക്കോണമിയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും കാര്യങ്ങൾ. ആൻഡ് എക്സോജനസ്, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് എക്സോജനസ് ആണെന്ന് പറഞ്ഞില്ലേ. ആൻഡ് ടാക്സ് റേറ്റും ഗവൺമെന്റ് സ്പെൻഡിംഗ് ഒക്കെ എക്സോജനസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇൻഫ്ലേഷൻ ഇവിടെ ഇഗ്നോർ ചെയ്യുന്നു, ട്രേഡ് ഇതെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ്. ഓർ ഡൈനാമിക് എഫക്ട്സിലേക്ക് എക്സ്പെക്ടേഷൻ, അതായത് എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എക്കോണമിയിൽ. അതായത് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ വരുമ്പോഴത്തേക്കും ആൾക്കാർ അതിനനുസരിച്ച് അവരുടെ സ്പെൻഡിങ് പാറ്റേൺ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അതൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. അതൊക്കെ ഇതിന്റെ ഈ തിയറിയുടെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലുള്ള മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.